ഇനി നമ്മൾ നോക്കുന്നത് രബീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ചാണ്. ഇന്ത്യ കണ്ട ബഹുമുഖമായ പ്രതിഭയായിരുന്നു രബീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഇന്ത്യൻ സാഹിത്യത്തിലെയും സാംസ്കാരിക ചരിത്രത്തിലെയും ഉന്നതനായ വ്യക്തിത്വമാണ് രബീന്ദ്രനാഥ ടാഗോർ. 1861 മെയ് 7 കൊൽക്കത്തയിൽ അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ഒരു എഴുത്തുകാരൻ മാത്രമല്ല, സംഗീത സംവിധായകൻ, നാടക സംവിധായകൻ, ദാർശനികൻ, ചിന്തകൻ, ഇങ്ങനെയുള്ള ബഹുമുഖമായ പ്രതിഭയാണ് അദ്ദേഹം. വെറും ഒരു എഴുത്തുകാരനല്ല, അദ്ദേഹം ചിന്തകൻ, ദാർശനികൻ, കലാകാരൻ, അങ്ങനെ തുടങ്ങിയിട്ട് വലിയ നിലകളിൽ ശോഭിച്ച പ്രമുഖനായ ബഹുമുഖമായ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ദേബേന്ദ്രനാഥ ടാഗോറിൻ്റെ ശിക്ഷണത്തിലുള്ള സമ്പന്നമായ സാംസ്കാരിക ബാല്യമായിരുന്നു ടാഗോറിനുണ്ടായിരുന്നത്. ചെറുപ്പത്തിൽ തന്നെ കവിത എഴുതാൻ തുടങ്ങിയ അദ്ദേഹം ജീവിതത്തിലുടനീളം തൻ്റെ ആ സർഗാത്മകത പിന്തുടർന്നു. മനുഷ്യസ്നേഹം, പ്രകൃതി സ്നേഹം, ആത്മീയത തുടങ്ങിയ ആശയങ്ങളാണ് അദ്ദേഹം നിരന്തരം ഉയർത്തിപ്പിടിച്ചത്. മാത്രവുമല്ല, ബംഗാളി സാഹിത്യത്തെ പുനർജീവിപ്പിക്കുന്നതിലും ടാഗോർ വലിയ പങ്കുവഹിച്ചു. ക്ലാസിക്കൽ സംസ്കൃത കവിതകളുടെ കർക്കശമായ ഘടനയിൽ നിന്ന് ഈ ബംഗാളി സാഹിത്യത്തെ വേർപെടുത്താൻ അദ്ദേഹം വലിയ ശ്രമങ്ങൾ നടത്തി. ഇത് ബംഗാളി സാഹിത്യത്തെ വിശാലമായ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഇതിലൂടെ ഇന്ത്യയിലെ സാഹിത്യത്തിൻ്റെ ജനാധിപത്യവൽക്കരണത്തിന് തന്നെ കാരണമായി. ഈ സാഹിത്യത്തിനപ്പുറം ടാഗോറിന് സംഗീതപരമായ കഴിവുകളും ഉണ്ടായിരുന്നു. അദ്ദേഹം രബീന്ദ്ര സംഗീതം എന്നറിയപ്പെടുന്ന നിരവധി ഗാനങ്ങളും രചിക്കുകയുണ്ടായി. അവ ബംഗാളിലും പുറത്തും ഇപ്പോഴും ജനപ്രിയവും ആഴത്തിൽ വിലമതിക്കുന്നതുമായി നിലനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ രചനകൾ പ്രകൃതിയോടും ആത്മീയതയോടും ആഴത്തിലുള്ള ബന്ധത്തെ പ്രതിഫലിക്കുന്നതാണ്. പലപ്പോഴും സ്നേഹത്തിൻ്റെയും വാഗ്മിയുടെയും സാർവത്രിക തീമുകൾ അദ്ദേഹത്തിൻ്റെ ഈ കവിതകളിലും അദ്ദേഹത്തിൻ്റെ ഈ സംഗീതങ്ങളിലും അവതരിപ്പിക്കാറുണ്ട്. സാമൂഹിക പ്രശ്നങ്ങളോടും ദാർശനിക വിഷയങ്ങളോടും പ്രതിപാദിക്കുന്ന നാടകങ്ങളും അദ്ദേഹം സംവിധാനം ചെയ്യുകയുണ്ടായി. ടാഗോറിൻ്റെ കലാപരമായ കാഴ്ചപ്പാട് വേദിയിലേക്കും വ്യാപിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ കലാപരമായ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ. സ്നേഹം, കടമ, സ്വത്വം എന്നീ വിഷയങ്ങൾ പരിവേഷണം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ചിത്ര എന്ന നാടകം വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. അപ്പോൾ അദ്ദേഹം ഈ എഴുത്തിൽ മാത്രമല്ല, സംഗീതത്തിൽ മാത്രമല്ല, അദ്ദേഹം ഗാനരചനയിൽ മാത്രമല്ല, നാടകത്തിലും അദ്ദേഹം വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു. സാഹിത്യ സംഗീത നേട്ടങ്ങൾക്ക് പുറമെ അദ്ദേഹം ഒരു ദാർശനികനും വലിയ ചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു. വിദ്യാഭ്യാസം, സ്ത്രീകളുടെ അവകാശങ്ങൾ, സാംസ്കാരിക വിനിമയം എന്നിവയ്ക്കായി അദ്ദേഹം നിരന്തരമായിട്ട് വാദിച്ചു. സാമൂഹിക മാറ്റം കൊണ്ടുവരാൻ കലയുടെയും സാഹിത്യത്തിൻ്റെയും ശക്തിയിൽ അദ്ദേഹം വലിയ വിശ്വാസം അർപ്പിച്ചു. ഗീതാഞ്ജലി എന്ന കവിതാ സമാഹാരത്തിന് 1913 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ യൂറോപ്യൻ ഇതര വ്യക്തിയായിട്ട് ടാഗോർ മാറി. ഈ അംഗീകാരം അദ്ദേഹത്തെ ആഗോള പ്രശസ്തിയിലെത്തിച്ചു. ആഗോള സാഹിത്യത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വലുപ്പം അങ്ങനെ തിരിച്ചറിയുകയും പാശ്ചാത്യ ലോകത്തിൽ ആളുകൾ പോലും അദ്ദേഹത്തെ വായിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ ആഗോള സാഹിത്യകാരനാക്കി മാറ്റുകയും ചെയ്തു. രബീന്ദ്രനാഥ ടാഗോറിൻ്റെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ കാലത്തിനപ്പുറത്തേക്ക് വ്യാപിക്കുന്നു. അദ്ദേഹത്തെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ കലാതീതമായ പ്രതീകമായും ലോകമെമ്പാടുമുള്ള കലാപരമായ മികവിൻ്റെ വിളക്കുമാടമായിട്ടും കണക്കാക്കപ്പെടുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ഓൺ നാഷണലിസം എന്ന വളരെ പ്രധാനപ്പെട്ട ആശയത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത്. സങ്കുചിത ദേശീയ ചിന്തകളെ ടാഗോർ ശക്തമായി വിമർശിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറത്തുള്ള മനുഷ്യൻ്റെ അന്തസ്സ്, സ്വാതന്ത്ര്യം, സാംസ്കാരിക ഔന്നിത്യം എന്നിവ ഉയർത്തിപ്പിടിക്കുന്ന സാർവത്രികതയിലാണ് അദ്ദേഹം ഊന്നി നിന്നത്. അദ്ദേഹം ഈ അതിരുകൾക്കകത്തുള്ള ദേശീയതയിലല്ല, അദ്ദേഹം ഈ അതിരുകൾക്കപ്പുറം മനുഷ്യവംശത്തിലേക്ക് ഉയരുന്ന സാർവത്രികതയിലാണ് അദ്ദേഹം ഊന്നി നിന്നത്. ദേശീയത മനുഷ്യനെ വിഭജിക്കുമെന്നും അതൊരു അപകടകരമായ ആശയമാണെന്നും ടാഗോർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ യൂറോപ്പിൽ അരങ്ങേറിയ പ്രക്ഷുബ്ധമായ സംഭവങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളാണ് ദേശീയതയെക്കുറിച്ചുള്ള ടാഗോറിൻ്റെ വിമർശനത്തിന് കാരണമായത്.
വ്യാവസായികവൽക്കരണവും സാങ്കേതിക മുന്നേറ്റവും ശക്തിപ്പെടുത്തിയ സാമ്രാജ്യത്വാഭിലാഷങ്ങളിലേക്കും വിനാശകരമായ യുദ്ധങ്ങളിലേക്കും നയിച്ചത് തീവ്രമായ ദേശീയതയായിരുന്നു എന്ന് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. ദേശീയതയാണ് മനുഷ്യനെ യുദ്ധത്തിലേക്ക് എത്തിച്ചത്. ഫ്രഞ്ച് സംസാരിക്കുന്നവരുടെ ഫ്രാൻസും, അതേപോലെ ജർമ്മൻ സംസാരിക്കുന്നവരുടെ ജർമ്മനിയും, ഇറ്റാലിയൻ സംസാരിക്കുന്നവരുടെ ഇറ്റലിയും, അങ്ങനെ ദേശരാഷ്ട്രങ്ങൾ യൂറോപ്പിലുണ്ടാവുകയും അത് ദേശീയതയായി വളരുകയും അത് ശക്തമായ ദേശീയതയിലേക്ക് പോവുകയും ചെയ്ത് മനുഷ്യർക്കിടയിൽ അതിരുകൾക്കകത്ത് നിന്നുകൊണ്ട് അവരെന്തോ സംഭവമായിട്ട് ദേശീയതയെ കണ്ടുകൊണ്ട് അവസാനം മനുഷ്യർ ഈ ദേശീയതയ്ക്ക് വേണ്ടി നിരവധിയായ യുദ്ധങ്ങൾ നടത്തി നിരവധിയായ മനുഷ്യജീവനുകൾ ഹോമിക്കപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ദേശീയത എന്ന് പറയുന്ന ആശയം മനുഷ്യത്വരഹിതമായ ഒരു ശക്തിയാണ് എന്ന് അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ ദേശീയതയെ അദ്ദേഹം നിശിതമായി വിമർശിച്ചു. മനുഷ്യർക്കിടയിൽ വിഭജനം ഉണ്ടാക്കുന്ന അതിരുകൾക്ക് ഇടയിൽ കെട്ടിപ്പടുക്കുന്നതാണ് ദേശീയത എന്ന് അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. ദേശീയതയ്ക്കെതിരായ ടാഗോറിൻ്റെ പ്രധാന വാദങ്ങളിലൊന്ന് മാനുഷിക മൂല്യങ്ങൾക്കും ധാർമ്മിക തത്വങ്ങൾക്കും മുകളിൽ അധികാരത്തിനും ഭൗതിക നേട്ടത്തിനും മുൻഗണന നൽകുന്ന പ്രവണതയാണ് ദേശീയതാ സങ്കല്പമെന്നും അത് മനുഷ്യരാശിയുടെ പരസ്പര ബന്ധത്തെയും ഐക്യത്തെയും തകർക്കുമെന്നും ടാഗോർ പറഞ്ഞു. ഇന്ത്യൻ സമൂഹത്തിലും സംസ്കാരത്തിലും കൊളോണിയൽ ഭരണത്തിനെതിരെ ഇന്ത്യയിൽ ഉണ്ടായി വരുന്ന സാംസ്കാരിക ദേശീയതയെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. കൊളോണിയൽ ഭരണത്തിനെതിരെ ശക്തമായി എതിർക്കുകയും അതോടൊപ്പം സാംസ്കാരിക ദേശീയതയുടെ അപകടങ്ങൾക്കെതിരെയും ടാഗോർ മുന്നറിയിപ്പ് നൽകി. അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും അതേസമയത്ത് ഇന്ത്യയിൽ ഉണ്ടായി വരുന്ന സാംസ്കാരിക ദേശീയതയെ അദ്ദേഹം ശക്തമായി എതിർക്കുകയും ചെയ്തു. സാംസ്കാരിക ബഹുസ്വരതയെ ടാഗോർ ഉയർത്തിപ്പിടിച്ചു. ബഹുസ്വരതയെയാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത്. ഓരോ സമുദായത്തിനും തനതായ വ്യക്തിത്വമുണ്ടെന്നും അവരെ ആദരിക്കാൻ കഴിയണമെന്നും അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ദേശീയതയും ദേശീയ വികാരവും ഉണ്ടാവേണ്ടതെന്നും ബഹുസ്വരമാണ് മനുഷ്യരെന്നും അങ്ങനെ മനുഷ്യർ ബഹുസ്വരമായി ആ ബഹുസ്വരതയെ ആദരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ആ ഒരു സമൂഹത്തിന് സ്വാതന്ത്ര്യവും പുരോഗതിയും കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. സങ്കുചിത ദേശീയതയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഒരു വിശാലമായ കാഴ്ചപ്പാടിലേക്കാണ് ടാഗോർ ഉയർന്നു പോയത്. ടാഗോറിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ അതിരുകൾ മറികടന്ന് മനുഷ്യവംശത്തിൻ്റെ ഐക്യത്തിനാണ് ടാഗോർ ഊന്നൽ നൽകിയത്. ദേശീയതയോ വംശീയതയോ പരിഗണിക്കാതെ മനുഷ്യൻ്റെ പരസ്പര ബന്ധത്തെ ആഘോഷിക്കുകയും ഓരോ വ്യക്തിയുടെയും അന്തർലീനമായ അന്തസ്സിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സാർവത്രിക കാഴ്ചപ്പാടിന് വേണ്ടി അദ്ദേഹം നിരന്തരം വാദിച്ചുകൊണ്ടേയിരുന്നു. ടാഗോറിൻ്റെ ആശയം ദേശീയതയുടെ വിഭജന ശക്തികൾക്ക് അഗാധമായ എതിർപ്പും വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഈ ആശയത്തോട് വലിയ വിമർശനം ഈ അതിശക്തമായ ദേശീയത ഉന്നയിച്ച ആളുകൾ ഈ ടാഗോറിൻ്റെ ഈ സാർവത്രിക ആശയത്തെ എതിർക്കുകയും ചെയ്തു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ അദ്ദേഹം പിന്തുണച്ചപ്പോൾ സങ്കുചിത ദേശീയ ലക്ഷ്യങ്ങൾക്കായി സാർവത്രിക സഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സാർവത്രിക ആശയങ്ങൾ ബലികഴിക്കുന്നതിനെതിരെ ടാഗോർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ അദ്ദേഹം പിന്തുണയ്ക്കുന്നു, അതിശക്തമായി പിന്തുണയ്ക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ അന്നുണ്ടായി വരുന്ന സാംസ്കാരിക ദേശീയതയെ അദ്ദേഹം ശക്തമായി എതിർക്കുകയും ചെയ്യുന്നു. ഉപസംഹാരമായിട്ട് പറയുകയാണെങ്കിൽ ദേശീയതയെക്കുറിച്ചുള്ള ഇടുങ്ങിയ ചിന്തകളെ ടാഗോർ ശക്തമായി വിമർശിച്ചു. മനുഷ്യവംശത്തിൻ്റെ സാഹോദര്യ ഭാവനക്കാണ് ടാഗോർ പ്രാധാന്യം നൽകിയത്. ടാഗോറിൻ്റെ ഈ ആശയങ്ങൾ ഇന്നത്തെ ലോകത്ത് പ്രസക്തവും ഉൾക്കാഴ്ചയുള്ളതുമാണ്. മനുഷ്യരെ ദേശാതിർത്തികൾക്കുള്ളിൽ നിലനിർത്തിക്കൊണ്ട് മനുഷ്യരെ ദേശാതിർത്തികളുടെ ഉള്ളിലേക്ക് മാറ്റിക്കൊണ്ട് അപ്പുറത്തുള്ള മനുഷ്യർ ശത്രുവായി കാണുന്ന ഏറ്റവും പുതിയ കാലത്ത് ടാഗോറിൻ്റെ ഈ മാനവികമായ ആശയത്തിന് വലിയ പ്രസക്തിയുണ്ട്.